ഒരു ഗ്രാമത്തിൽ കിഷോർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ താമസിച്ചിരുന്നു. കിഷോർ ഒരു ദിവസം രാവിലെ തന്റെ ജോലിക്കായി പുറപ്പെട്ടു. ആ സമയത്ത് അവന്റെ ഭാര്യ ചമ്പ പറഞ്ഞു, അല്ല, വീട്ടില് പലവ്യഞ്ജനങ്ങളൊക്കെ തീർന്നുപോയി. വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അരിയും പരിപ്പും മാവും എല്ലാം വാങ്ങിയിട്ട് വരണം. ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചോ ചമ്പ? ഇന്ന് ജോലിക്ക് നല്ല ആൾക്കാർ വരണമെന്ന് പ്രാർത്ഥിച്ചോ? ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറയണം? നിങ്ങൾക്ക് ഈ ആനയെ വിറ്റ് എന്തെങ്കിലും പുതിയ വ്യാപാരങ്ങൾ തുടങ്ങിക്കൂടെ? പറഞ്ഞു പറഞ്ഞു മടുത്തു. അല്ല ചമ്പ, ഈ ആന എന്റെ അച്ഛന്റെ അടയാളമാണ്. ഇങ്ങനെയുള്ള അടയാളങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം ഉള്ളത്? ഏറ്റവും അവസാനം ഭക്ഷണം കൂടി കിട്ടാതെ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കണം. നീ നിന്റെ മനസ്സിൽ ഇതുപോലെ ആലോചിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. എല്ലാ പ്രശ്നത്തിനും ഒരു നല്ല കാര്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് കിഷോർ തന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ആനപ്പുറത്ത് കയറി കുറച്ചു സമയമേ അദ്ദേഹം പോയുള്ളൂ. അപ്പോഴാണ് ഗ്രാമത്തലവൻ അവിടെ വന്ന് കിഷോറിനെ കണ്ടത്. കിഷോരെ, ഈ ആന വെച്ചുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമുള്ളത്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ മുതലാളി. കിഷോരെ, നീ ജീവിച്ചിരിക്കുന്ന ഈ ഗ്രാമത്തില് ടൂറിസ്റ്റ് ആരും വരാൻ പോകുന്നില്ല. ദിവസം മൊത്തം നീ ആനിന്റെ പുറകെ ഇരുന്നുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരു പൈസ മേടിച്ചുകൊണ്ട് കുട്ടികളെ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് കിട്ടുന്നത് കാട്ടിലും ഈ ആനയ്ക്കാണ് നീ ഒരുപാട് ചെലവ് ചെയ്യുന്നത്. എന്ത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ മുതലാളി, ഞാൻ സന്തോഷത്തിലാണ്. ഇന്നും ജമീന്ദാർ എന്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് വന്നിരുന്നു. അദ്ദേഹം നിന്നെ കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഗ്രാമത്തലവൻ പറഞ്ഞത് കേട്ട് ജമീന്ദാറിന്റെ വീട്ടിലേക്ക് കിഷോർ പോയി. മുതലാളിയാണ് പറഞ്ഞത് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അതെ അതെ, ഞാനാണ് വരാൻ പറഞ്ഞത്. അതായത് നിന്റെ അച്ഛൻ എന്റെ അടുത്തുനിന്ന് കടം മേടിച്ചിരുന്നു. ആ കടം തിരിച്ചടക്കണ മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചുപോയി. ആ പൈസ നീയല്ലേ തിരിച്ചു തരേണ്ടത്. ഇവിടെ നോക്കി, എന്റെ അച്ഛൻ അവന്റെ സ്ഥലത്തിന് നിങ്ങളത്ത് നിന്ന് അടങ്ങ് വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ അച്ഛന്റെ സ്ഥലം വെച്ച് ഞാൻ എന്ത് വലിയ കൃഷിയാണോ ചെയ്യുന്നത്? എനിക്ക് എന്റെ പൈസ വേണം. ഒരു മാസം സമയം കൊണ്ട് എന്റെ പൈസ എനിക്ക് തിരിച്ചുതാ, അല്ലെങ്കിൽ നിന്റെ ആനീനെ ഞാൻ സ്വന്തമാക്കും. എന്നിട്ട് ഒന്നിനും ആവശ്യമില്ലാത്ത നിന്റെ അച്ഛന്റെ സ്ഥലം നിന്റെ മോന്തക്കനെ വലിച്ചെറിയും. ഇപ്പൊ നിനക്ക് ഇവിടുന്ന് പോകാം. എടാ രത്തൻ, നീ എന്താ പെട്ടെന്ന്? എന്താ മാമ, എന്റെ അനിയത്തിന്റെ വീട്ടിക്ക് ഞാൻ വരാൻ പാടില്ലേ? അല്ലല്ല രത്തൻ, അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്ത് കാര്യമാണ് മാമ? നിങ്ങളുടെ മുഖം എന്തുകൊണ്ടാണ് വാടിയിരിക്കുന്നത്? നിന്റെ അടുത്ത് എന്തെന്നാ പറയുക? അച്ഛൻ മുമ്പ് ജമീന്റെ അടുത്ത് കുറച്ച് കടം മേടിച്ചിരുന്നു. അതിനു പകരം അദ്ദേഹം ജമീന്റെ അടുത്ത് സ്ഥലം കൊടുത്തായിരുന്നു. ഇന്ന് ജമീന്ദാർ എന്നെ വിളിച്ചിരുന്നു. പിന്നെ അച്ഛന്റെ കടന് ഞാൻ തന്നെ തീർക്കണമെന്നാ പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഒരു മാസം കൊണ്ട് കടൻ അടച്ചു തീർത്തില്ലെങ്കിൽ അദ്ദേഹം എന്റെ ആനേനെ, അതായത് എന്റെ അച്ഛന്റെ അടയാളത്തിനെ പറിച്ചെടുക്കുന്ന പറയുന്നത്. എനിക്ക് അറിഞ്ഞ തൊട്ട് ഒരു കാര്യം മാമ, നിങ്ങൾ എപ്പോഴും ധൈര്യത്തിന് കൈവിടരുത്. നിങ്ങൾ ചെന്ന് സമാധാനത്തായിട്ട് ഉറങ്ങൂ. രാവിലെ ആയതിനു ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. രത്തൻ പറഞ്ഞത് കേട്ട് കിഷോറിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പിറ്റേ ദിവസം ജമീന്ദാറിന്റെ വീട്ടിൽ ഗ്രാമത്തലവൻ വന്നു പറഞ്ഞു, ജമീന്ദാർ സാറേ, കിഷോരും നിങ്ങളെ കാണാൻ വന്നിരുന്നോ? അതെ അതെ, വന്നിരുന്നു. തലവരെ, നിങ്ങൾ എന്താ പറഞ്ഞു അതുപോലെ തന്നെ ഞാനും പറഞ്ഞു. വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് ജമീനെ. നിങ്ങൾക്കൊരു കാര്യം അറിയില്ല, അവന്റെ അടുത്ത് ഒരു ആനയുണ്ടല്ലോ, അതിന് മാർക്കറ്റിൽ എത്ര വില പോകുന്നു അറിയോ? ഇവിടെ നോക്ക് തലവരെ, നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മാസം സമയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവൻ ഒരു മാസം കൊണ്ട് തിരിച്ച് അവന്റെ അച്ഛന്റെ പൈസ എന്റെ മുഖത്തേക്ക് തിരിച്ചെറിഞ്ഞാൽ, അപ്പോ അവന്റെ അച്ഛന്റെ സ്ഥലം എന്റെ കൈവിട്ട് അവന്റെ കൈകളിലേക്ക് പോവും. അത് വെച്ചോണ്ടാണ് ഞാൻ എല്ലാ മാസവും നന്നായിട്ട് സമ്പാദിക്കുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട ജമീന്ദാരെ, എനിക്ക് മുഴുവനും വിശ്വാസമുണ്ട് ഈ ഒരു മാസം കൊണ്ട് അവന് പൈസ തിരിച്ചു തരാൻ സാധിക്കില്ല. എന്തെന്ന് വെച്ചാ അവൻ എത്രയൊക്കെയാ ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ചു കാര്യങ്ങൾ അറിഞ്ഞു. ശലിപ്പ അവന്റെ വീട്ടില് അടുപ്പന പോലെ അനച്ചായിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇനിയും കുറച്ച് ലാഭം വരുന്ന പോലെ കാര്യങ്ങൾ നടത്താം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തലവൻ അവിടെ നിന്നും പോയി. അതേസമയം രത്തൻ തന്റെ മാമനോട് പറഞ്ഞു, മാമ, എനിക്കൊരു ദാബയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അവിടെ വന്ന് ജോലി ചെയ്യാൻ പാടില്ല? അല്ല രത്തൻ, എനിക്ക് ഈ ഗ്രാമത്തെ വിട്ട് പുറത്തു വരാൻ സാധിക്കില്ല. മാമ, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ ഗ്രാമം മലയുടെ നടുക്കായിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ടൂറിസ്റ്റ് ഒന്നും ആരും വരുന്നില്ല. നിങ്ങളുടെ ആന വെച്ച് ഈ ഗ്രാമത്തിൽ ഒരു പ്രയോജനവും. നീ വിഷമിക്കണ്ട രത്തൻ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. രത്തൻ അവിടെ നിന്നും പോയി. അന്ന് രാത്രി മുഴുവൻ കിഷോർ വലിയ ആലോചനയിലായിരുന്നു. കിഷോറിന്റെ ഭാര്യ ചമ്പ കിഷോറിനോട് പറഞ്ഞു,
ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നത്? അടുത്ത 1 മാസത്തിനുള്ളിൽ ജമീന്ദാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം കൊടുത്തില്ലെങ്കിൽ ആ ജമീന്ദാർ നിങ്ങളുടെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ആനയെ എടുത്തോണ്ട് പോവും. ആ ആനയുടെ മേൽ നിങ്ങളുടെ പ്രാണൻ വെച്ചിട്ടില്ലേ നിങ്ങൾ? ഇക്കാര്യത്തിന് വിചാരിച്ചാലും എനിക്ക് വിഷമോ ചമ്പ. എനിക്ക് എന്താ കാര്യം മനസ്സിലാവാത്ത വെച്ചാ എന്റെ അച്ഛൻ അടക വെച്ച സ്ഥലം ജമീന് എന്തുകൊണ്ടാണ് അച്ഛന്റെ സ്ഥലം പ്രയോജനം ഇല്ലാന്ന് പറയുന്നത്? തീർച്ചയായും നമ്മളുടെ ഗ്രാമത്തലവൻ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജമീന്ദാറെ ഇളക്കി വിട്ടിരിക്കും. നമ്മുടെ സ്ഥലം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ലാഭമില്ലേ അദ്ദേഹത്തിന്? നമ്മൾ അങ്ങനെ ചെയ്താൽ എന്താ? അതായത് അവർക്ക് കൊടുക്കേണ്ട പണം തിരിച്ചു കൊടുത്ത് നമ്മുടെ നിലം നമുക്ക് തിരിച്ചു പിടിച്ചൂടെ? ചമ്പ പറഞ്ഞത് കേട്ട് കിഷോർ ഒരുപാട് ആലോചിച്ച് ചമ്പയോട് പറഞ്ഞു, ഞാൻ എന്ത് ആലോചിക്കണോ ആ ആലോചനയില് ഞാൻ വിജയിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. അതെങ്ങനെയാണ്? നാളെ പറയാം. പിറ്റേ ദിവസം രാവിലെ തന്നെ കിഷോർ കാട്ടിലേക്ക് പോയി ഒരുപാട് മരങ്ങൾ വെട്ടിക്കൊണ്ടുവന്നു. പിന്നീട് അവിടെ ഇരുന്ന് മരങ്ങൾ മുഴുവൻ വെട്ടി ഒരു തേരിന്റെ രൂപത്തിലാക്കി. ചമ്പ വാ എന്നെ സഹായിക്ക്. ചമ്പയും കൂടി തന്റെ ഭർത്താവിന് സഹായം ചെയ്യാൻ ആരംഭിച്ചു. 2 ദിവസം കൊണ്ട് കിഷോർ വളരെ വലിയ ഒരു തേര് അവിടെ ഉണ്ടാക്കി. എന്നിട്ട് ഇതിനുശേഷം നമുക്കൊരു ഭംഗിയുള്ള പെയിന്റ് അടിക്കണം. അടിച്ചാൽ മാത്രമേ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കൂ. ചമ്പ ആ മരത്തിന്റെ തേരിന് പലതരത്തിലുള്ള കളർ ചേർത്ത് അതിനെ ഭംഗിയുള്ളതാക്കി. ആ മരത്തേരിനെ കിഷോർ ആനയുടെ പുറകിൽ ഫിക്സ് ചെയ്തു. അതായത് കുതിരയ്ക്ക് പുറകിൽ കുതിരവണ്ടി ഫിക്സ് ചെയ്യുന്നത് പോലെ. അല്ല, ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നു. ഇതുകൊണ്ട് കുതിരവണ്ടി പോലെ നമ്മുടെ ആനയെ വെച്ച് നമുക്ക് ജോലി ചെയ്യിപ്പിക്കാം. നമ്മുടെ വരുമാനം ഇനി കൂടിക്കൂടി വരും. നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. അല്ല ചമ്പ, എന്റെ മനസ്സില് വേറൊരു കാര്യമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോ രത്തൻ വന്ന് അവന്റെ ഡബാല് ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞോ, അപ്പോഴാണ് എന്റെ മനസ്സിൽ ഒരു ആലോചന വന്നത്. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ആനയെ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ വണ്ടി പോലെ ഉപയോഗിച്ചുകൂടാ? അങ്ങനെ നടക്കണ ലാഭമൊന്നും തുടങ്ങിയാലോ ഒന്ന്. ഇപ്പോഴൊക്കെ ലോകം വളരെ വേഗമാണ്. പിന്നെ ജനങ്ങളും എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങണമെന്നല്ലേ പറയുന്നേ? അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കിഷോർ തന്റെ ആന വണ്ടിയും എടുത്ത് രത്തന്റെ ഗ്രാമത്തിലേക്ക് യാത്രയായി. രത്തൻ ശരിക്കു പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് കിഷോറിനോട് പറഞ്ഞു, എന്റെ അമ്മോ മാമ, നിങ്ങൾ വളരെ അത്ഭുതമാക്കിയിരിക്കുന്നു. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നിങ്ങൾ കാളവണ്ടിക്ക് പകരം ആന വണ്ടിയാ ചെയ്തിരിക്കുന്നത്. എന്നെ സഹായിക്കാൻ വിചാരിച്ചില്ല രത്തൻ. ഞാൻ എന്താ പറയുന്നത് വെച്ചാ, നിന്റെ ദാബയെ കൊണ്ട് നീ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിതാ. നീ ചെയ്ത ഭക്ഷണങ്ങള് ഞാൻ എന്റെ ആന വണ്ടിയിൽ വെച്ച് വെക്കാം. വൈകിട്ടാവണ വരെ എത്ര ലാഭം കിട്ടുന്നോ അത് പാതി പിരിച്ചെടുക്കാം. മാമ, നിങ്ങളുടെ ആനവണ്ടി റെസ്റ്റോറന്റ് കൊള്ളാമാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഭക്ഷണം മാത്രമല്ല ഉണ്ടാക്കുന്നത്. അതിനു പകരം നിങ്ങളുടെ ആന റെസ്റ്റോറന്റിൽ ഇരുന്നുകൊണ്ട് ആ ഭക്ഷണം ജനങ്ങൾക്ക് ഞാൻ പരിമാറിയും കൊടുക്കാം. രത്തൻ തന്റെ കൈകൊണ്ട് തന്നെ രുചിയാർന്ന ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് മനോഹരമായി കിഷോർ ഉണ്ടാക്കിയ ആനവണ്ടിയിലേക്ക് എടുത്തു വെച്ചു. കിഷോർ രത്തനെയും കൂട്ടി ആനപ്പുറത്തേറി യാത്രയായി. അവർ വളരെ കുറച്ചു നേരമേ പോയുള്ളൂ. അപ്പോഴാണ് അവിടെ ഒരു ബസ് നിന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ബസിന്റെ കണ്ടക്ടർ കിഷോറിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എന്താടാ നിങ്ങളുടെ ആനവണ്ടിയിൽ നിന്ന് നന്നായിട്ടൊരു മണം വരുന്നു. കണ്ടക്ടർ സർ, ഇതൊരു വകയ ദാബയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിലിരുന്ന് ഭക്ഷണങ്ങളും കഴിക്കാം. പിന്നെ നിങ്ങളുടെ യാത്രക്കാരന്മാരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാം. കണ്ടക്ടർ തന്റെ ബസ്സിൽ വന്ന എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരും അവിടെ ഇരുന്ന് ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തു. ഒരു യാത്രക്കാരൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, നല്ല മനോഹരമായ ഭക്ഷണം, സന്തോഷമായിരിക്കുന്നു. ആദ്യം ഈ കാട്ടിന്റെ അകത്ത് ബസ് എപ്പോഴാണോ കേടുവന്നത് അപ്പൊ തൊട്ട് ഞങ്ങൾ വിശപ്പോടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഈ പ്രശ്നവും തീർന്നു. ഞാൻ ഇതില് എന്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട് സാർ. നിങ്ങൾ എന്നെ എപ്പോ വിളിക്കുവാണെങ്കിലും ഈ നമ്പർ വിളിച്ചാൽ മതി സാർ. ഞാൻ ഉടൻ തന്നെ എത്താം. കുറച്ചു കാലം കൊണ്ട് തന്നെ കിഷോറിന്റെ ആനവണ്ടി ധാബ സമീപ ഗ്രാമങ്ങളിലെല്ലാം പ്രശസ്തമായി. ഒരുപാട് ദൂരെയുള്ള യാത്രികർ വരെ ആനവണ്ടി ധാബയിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവിടെയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾ ശരിക്കും വളരെ നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കാണിച്ചു. ഇതൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. നമ്മുടെ ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകൾ മാത്രമല്ല, നമ്മുടെ ആനവണ്ടി ധാബ കാണാൻ വേണ്ടിയും രുചികരമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടിയും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഈശ്വരന്റെ അനുഗ്രഹമാണ് ചമ്പ. മാമ, നിങ്ങളുടെ ഈ ആലോചനയില് ഒരാളുടെ ദൃഷ്ടിയും പറഞ്ഞത്. നിങ്ങളുടെ ആലോചന അത്ര അത്ഭുതമാണ്. ഇവിടെ ആരൊക്കെ കഴിക്കാൻ വരുന്നു അവരൊക്കെ നിങ്ങളുടെ പേരല്ല ചോദിച്ചിട്ട് വരുന്നേ. അങ്ങനെ 1 മാസം കടന്നുപോയി. ജമീന്ദാർ സാർ,
നിങ്ങളുടെ മുഖം എന്താ ഇത്ര ദേഷ്യമായിട്ട് കാണുന്നേ? നീ ആദ്യം സംസാരിക്കണം നിർത്ത്. ഇപ്പൊ എനിക്ക് എന്തോ തോന്നു വെച്ചാ നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിരിക്കാൻ പാടില്ല. എന്താ പറയുന്നേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ജനങ്ങൾ നിങ്ങളുടെ പേരും എന്റെ പേരും പറയണത് പകരം കിഷോറിന്റെ പേരാണ് പൂഴ്ത്തി പറയുന്നത്. ദൂരത്തുനിന്ന് ടൂറിസ്റ്റർമാര് അവന്റെ പേരും കേട്ടുകൊണ്ടാണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. ഈ നടന്നതെല്ലാം ഈ 1 മാസം കൊണ്ടാണ് തലവരെ. പോയ മാസം വരെ കിഷോറിന്റെ പേര് ഒരാൾക്കും അറിയില്ലായിരുന്നു. എനിക്കെന്താ തോന്നുന്നു വെച്ചാ നിങ്ങൾ പറഞ്ഞ കാര്യം വിശ്വസിച്ച് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തെന്നാ തോന്നുന്നേ. നിങ്ങളെന്താ ഇങ്ങനെ വിഷമിക്കുന്നേ? അവന്റെ പേര് അന്വേഷിച്ച് അവരിവിടെ വരുന്നെങ്കിൽ അതിന് ഇതല്ലായിരിക്കും കാരണം. അവൻ നല്ല പണക്കാരനായെന്ന് അർത്ഥമല്ല. അവൻ അവന്റെ അച്ഛന്റെ കടൻ അടച്ചു. നോക്കിക്കോ, അവൻ അവന്റെ വായടച്ചു വന്ന് നിൽക്കും. എന്നിട്ട് അവൻ പറയും, ജമീന്ദാർ സാറേ എനിക്ക് കടം തിരിച്ചു തരാൻ പറ്റിയില്ലെന്ന്. അപ്പൊ നിങ്ങൾ അവന്റെ അടുത്തുനിന്ന് അവന്റെ ആനയെ പറിച്ചെടുത്താ മതി. ഇപ്പൊ അവന്റെ ആന റെസ്റ്റോറന്റ് ആയിട്ട് മാറിയിരിക്കല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഡബിൾ പ്രോഫിറ്റ് അല്ലേ? പക്ഷേ കിഷോർ ചില ആളുകളെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയൊന്നും എപ്പോഴും സംഭവിക്കില്ല തലവരെ. നിങ്ങൾ വിചാരിച്ചു വെച്ച സ്വപ്നമൊക്കെ പാതിയിലേ നിർത്താൻ പോവാണ്. നീ ഇപ്പൊ എന്താ പറയാൻ വരുന്നേ? കിഷോർ തന്റെ പോക്കറ്റിൽ നിന്നും പണത്തിന്റെ ഒരു കെട്ടെടുത്തു. അത് ജമീന്ദാറിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. നീ എന്തിനാ ഇത്ര മോശമായിട്ട് നടക്കണം കിഷോരെ? ഞാൻ മോശമായിട്ടൊന്നും നടന്നിട്ടില്ല ജമീനെ. കടം തിരിച്ചു തന്നെ എന്റെ സ്റ്റൈലാണത്. ഇപ്പൊ തന്നെ എന്റെ അച്ഛന്റെ സ്ഥലത്തിന് എനിക്ക് തിരിച്ചു തരൂ കേട്ടോ. നിങ്ങൾ എനിക്ക് അങ്ങനെയല്ലേ വാക്ക് തന്നത്. ഞാൻ നിനക്ക് അങ്ങനെ ഒരു വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. കുറച്ചു നേരം മുന്നേ നിങ്ങളും തലവരും സംസാരിക്കുന്നത് ഞാൻ ഈ ജനങ്ങളെല്ലാവരും കേട്ടു കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ദേഷ്യം വന്ന് എന്തെങ്കിലും ചെയ്യുന്ന മുമ്പേ എന്റെ സ്ഥലം പേപ്പറെ എനിക്ക് തിരിച്ചു തരൂ. അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മുഖം കണ്ട് ജമീന്ദാറിന് ഭയമായി. അവർ ഉടനെ തന്നെ കിഷോറിന്റെ സ്ഥലത്തിന്റെ എല്ലാ പേപ്പറുകളും അവർക്ക് തിരിച്ചു കൊടുത്തു. ജമീന്ദാറും ഗ്രാമത്തലവനും മുഖം താഴ്ത്തി നോക്കി നിന്നു. ഈ കഥയാണ് പ്രേംനഗർ ഗ്രാമത്തിലെ. ഈ പ്രേംനഗർ ഗ്രാമം ഭയങ്കര സന്തോഷവും സ്നേഹവും നിറഞ്ഞതായിരുന്നു. ഗ്രാമത്തിൽ എപ്പോഴും ശാന്തത നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതേ ഗ്രാമത്തിലെ മംഗലു എന്ന് പറയുന്ന ഒരു പിച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവൻ ആകാശത്തെ പുതപ്പെന്ന് കരുതി, ഭൂമിയെ കിടക്കയെന്ന് കരുതി എവിടെ വേണമെങ്കിലും വെറും വയറ്റിൽ കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ മംഗലു അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദവും കഴിച്ച് റോഡിലും വഴികളിലും പിച്ച എടുക്കാൻ പോകുമായിരുന്നു. മംഗലുവിന്റെ സ്വഭാവം ഭയങ്കര വ്യത്യസ്തമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും പിച്ച തെണ്ടി അവൻ അവന്റെ വയറ് നിറക്കില്ലായിരുന്നു. എന്നാൽ അതേ പൈസേനെ ബാക്കിയുള്ള പിച്ചക്കാർക്കും കൊടുക്കുമായിരുന്നു. ഹായ് റാം, ഇന്നിപ്പോ ഒരു പൈസ പോലും കിട്ടിയില്ലല്ലോ. എങ്ങനെ വല്ലതും കഴിക്കും? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അവസാനമായി ഭക്ഷണം കഴിച്ച ദിവസം പോലും എനിക്ക് ഓർമ്മയില്ല. ഗോപാലും വേറൊരു പിച്ചക്കാരനും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും മംഗലു അവിടെ എത്തുന്നു. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, ഞാൻ ഇന്നു വരെ നിങ്ങളെ ആരെയും പട്ടിണി കിടത്തിയിട്ടില്ലല്ലോ. നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. എന്റെ കയ്യിൽ ജിലേബിയും കിച്ചടിയുമാണുള്ളത്. സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറയുന്നു. താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്യുമായിരുന്നു? എന്ത് കഴിക്കുമായിരുന്നു? എവിടേക്ക് പോകും? ഞാൻ പട്ടിണി കിടന്ന് മരിച്ചേനെ. നിങ്ങൾ എന്തിനാ മരിക്കുന്നതിനെ കുറിച്ച് പറയുന്നേ? ഈ ഭൂമി സ്വർഗമാണെന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കൂ. ഈ കിച്ചടിയും ജിലേബിയും കിട്ടിയില്ലേ? എല്ലാ പിച്ചക്കാരും ഒരുമിച്ച് കൂട്ടത്തോടെ വലിയ സന്തോഷമായി ആ സ്വാദിഷ്ടമായ ഉപ്മാവ്, തൈര്, ജിലേബിയൊക്കെ കഴിച്ചു. എന്നിട്ട് എല്ലാവരും നന്നായി ഉറങ്ങി. അങ്ങനെ രാവിലെ ആയപ്പോൾ, ഗോപാലൻ ചേട്ടാ, രമേഷേ, എവിടാ നിങ്ങൾ? ചേട്ടാ, ചേട്ടാ, രമേഷ്, എവിടാ നിങ്ങൾ രണ്ടുപേരും? ഞാൻ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അവരെ പോലീസ് കൊണ്ടുപോയി. രണ്ടുപേരും ഇപ്പോൾ ജയിലില്ല. വെളുപ്പാക്കാലത്ത് തന്നെ പോലീസ് വന്നു, രണ്ടുപേരെയും കൊണ്ടുപോയി. നീ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങ് തമാശ പറയുകയാണോ? എന്തായി പറയുന്നത്? അവരൊരിക്കലും ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. മംഗലു അവരെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തി. അപ്പോഴാണ് കാണുന്നത് രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അവരെ കണ്ട് മംഗലു പറഞ്ഞു, സാർ, ഇവരെന്ത് തെറ്റിയിട്ടാ ഇവരെ ജയിലിലാക്കിയെന്ന് എനിക്കറിയണം. നിങ്ങളെന്തിനാ ഉച്ചത്തിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ യാചകരാണ് സാർ. ഞങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് കരുതി ഞങ്ങൾ ആരുടെയും പണം ഒരിക്കലും മോഷ്ടിക്കാൻ നോക്കില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ ഇവിടെ വന്ന് വലിയ വാചകമൊന്നും അടിക്കണ്ട. ഇൻസ്പെക്ടർ സാറേ, അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ ഇവനെയും പിടിച്ചകത്താക്കാം. ആ ശരി. പക്ഷെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്നെ വിടൂ, എന്നെ വെറുതെ വിടൂ.
ആ പോലീസുകാരും മംഗലു പറഞ്ഞതൊന്നും കേട്ടില്ല. അങ്ങനെ അവനെയും കൂടെ തടവറയിൽ പൂട്ടിയിട്ടു. ആ തടവറയിൽ രമേശും ഗോപാലനും ആദ്യമേ തടവിലായിരുന്നു. എന്റെ ഈശ്വര, എന്തായി സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരെന്നെയും രമേശിനെയും പിടിച്ചുകൊണ്ടുവന്ന് ഈ ജയിലിലാക്കി. കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്ന സ്ഥലം ഇവിടെയുള്ള ഒരു വ്യാപാരി വാങ്ങിയതായിരുന്നു. അത് ഒരു സേട്ടായിരുന്നു. അതിന് നിങ്ങളെ എന്തിനാണ് ഇങ്ങനെ ജയിലിലാക്കിയത്? ഇന്നലെ നീ കിച്ചടിയും ജിലേബിയും കൊണ്ട് തന്നില്ലേ? പിന്നീട് അപ്പോഴാണ് മംഗലുവിനോട് രമേശ് മുഴുവൻ കാര്യങ്ങൾ പറയുന്നത്. എന്താ പറയാ, മംഗളു ഒരു ദാനശീലനാണ്. അതെ അതെ, അങ്ങ് പറഞ്ഞ ശരിയാണ്. പാവം നല്ല ഉറക്കത്തിലാ. ഇനി നേരം വെളുക്കാതെ കണ്ണു തുറക്കില്ല. അപ്പോഴേക്കും അവിടെ കുറച്ച് ഗുണ്ടകൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ യാചകരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവരെ എല്ലാം ഇവിടുന്ന് പിടിച്ചു വല്ല കാട്ടിലും കൊണ്ടു വിടണം. ഈ സ്ഥലം നമ്മുടെ ഗ്രാമമുഖ്യം വാങ്ങിയതാ. ഇതൊരു വലിയ വ്യാപാരിക്ക് ഒരു ഷോപ്പിംഗ് മാള് പണിയാൻ വേണ്ടി കൊടുക്കാനിരിക്കുക. ഈ യാചകരെ ഉടൻ തന്നെ ഇവിടുന്ന് ഓടിക്കണം. അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഷോപ്പിംഗ് മാള് പണിയുമ്പോ ഞാൻ അതിലൊരു ഷോപ്പ് എനിക്ക് കച്ചവടത്തിനായി തുറക്കും. ബാക്കിയുള്ളവരുടെ കച്ചവടമെല്ലാം അതോടെ ഇല്ലാതാകും. ശരി ശരി, ആദ്യം ഇവരെ ഇവിടുന്ന് ഓടിക്കൂ. ഇവരുടെ മേൽ മോഷണക്കുറ്റം ചുമത്തി ഇവരെ നമുക്ക് ജയിലിലാക്കാം. അങ്ങനെ ഈ യാചകരുടെ ഇടയ്ക്ക് മംഗളു എന്നൊരു യാചകനുണ്ട്. അയാളെ നമുക്ക് വെറുതെ വിടാം. നല്ല മനുഷ്യനാ. ബാക്കി യാചകരെ നമുക്ക് ജയിലിലാക്കാം. ആ ശരി ശരി, പെട്ടെന്നാകട്ടെ. ആ കള്ളന്മാരെന്നിട്ട് അമ്പലത്തിൽ നിന്നും കുറച്ച് സ്വർണവും പണവും മോഷ്ടിച്ച് ആ പിച്ചക്കാരുടെ അടുത്ത് വെച്ചിട്ട് പോയി. പോലീസുകാർക്ക് കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുത്ത് ആ കുറ്റം അവരുടെ തലയിലോട്ട് ഏൽപ്പിച്ചു. അത് ശരി, അതാണ് കാര്യം. ഇന്നലെ രാത്രിയിൽ ഞാൻ നല്ല ഉറക്കത്തിലായിപ്പോയി. നടന്നൊന്നും അറിഞ്ഞില്ല. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. മംഗലു ആ പിച്ചക്കാരുടെ കൂടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മതി മംഗളു, കഴിഞ്ഞത് കഴിഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാ. വിഷമിക്കണ്ട. പക്ഷേ ഇനി ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കും? ഈ ജയിലിൽ ഒരു ബൾബുണ്ട്. പകല് പോലും അത് കെടാറില്ല. ഞാൻ ആകെ വിഷമത്തില്ല. നമ്മളെ ജയിലിലാക്കി ആരെയും ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ആ സമയത്ത് രമേശ് ഒരു വടി അങ്ങ് കയ്യിലെടുത്തു. എന്നിട്ട് ആ കത്തിക്കൊണ്ടിരുന്ന ബൾബിൽ ഒരു അടി കൊടുത്തു. ആ വടി കൊണ്ട് അടിച്ചതിന്റെ ശക്തിയിൽ ആ ബൾബ് പൊട്ടിപ്പോയി. അപ്പോഴേക്കും ആ ബൾബിൽ നിന്ന് ഒരു വെളിച്ചം വന്നു. ആ വെളിച്ചം ഈ കുറ്റവാളികളെ എല്ലാം വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. അവര് നോക്കുമ്പോൾ ആ സ്ഥലത്ത് അല്ലെങ്കിലേ കുറെ കുറ്റവാളികൾ ഉണ്ടായിരുന്നു. എന്താ ഇത്? ഇവരൊക്കെ ആരാ? എനിക്കാണെ ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ബൾബിന്റെ ലോകം എങ്ങനെ ഉണ്ടായി? അപ്പോഴേക്കും അവിടെ ഒരു വയസ്സൻ കുറ്റവാളി വന്നു. എന്നിട്ട് അവരോട് പറയാൻ തുടങ്ങി, വരൂ വരൂ മംഗളു, താങ്കൾ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അങ്ങേക്ക് എന്റെ പേരെങ്ങനെ അറിയാം? അങ്ങ് ആരാണ്? എന്താണ് ഈ സംഭവിക്കുന്നത്? അങ്ങ് ഞങ്ങളെക്കുറിച്ച് എങ്ങനെ ഇത്രയും മനസ്സിലാക്കിയത്? ഈ ബൾബിന്റെ ലോകത്തിരുന്നാൽ ജയില് നന്നായി കാണാം. ജയിലിൽ ഒരുപാട് ബൾബുകളുണ്ട്. അതെല്ലാം ക്യാമറ പോലെ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഇവിടിരുന്ന് ജയിലിലുള്ള എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞങ്ങളിവിടെ ഒരുപാട് നാളായി തടവില. ഇത് ഗ്രഹങ്ങളുടെ കയറ്റിറക്കങ്ങളാണ്. ആരെങ്കിലും ഗ്രഹങ്ങളോട് കളിക്കാൻ ശ്രമിച്ചാൽ ബൾബിന്റെ വാതിൽ തുറക്കുന്നതായിരിക്കും. പക്ഷെ അത് തകർക്കുന്നത് പാടുള്ള കാര്യമാ. പക്ഷെ അതിനൊരു വഴിയുണ്ട്. നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കുന്നതിന് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പറയൂ, എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ജയിലിലുള്ള എല്ലാ ബൾബുകളും നശിപ്പിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ആ വയസ്സൻ ഇവരെല്ലാവരെയും മാന്ത്രിക ബൾബിന്റെ അടുത്ത് കൊണ്ടുപോയി. ഇത്രയും വലിയ ബൾബോ? ഇതെങ്ങനെയാ തകർക്കുക? ഈ ബൾബ് പൊട്ടിക്കാൻ സാധിക്കുന്നത് ഒരിക്കലും പാപം ചെയ്യാത്തവനും മനസ്സിൽ നന്മയുള്ളവനും ദയാലുവുമായ ആൾക്കേ പറ്റൂ. ഇത് ചെയ്യാൻ യോഗ്യനായിട്ടുള്ള ആള് ഞാൻ മാത്രമേ കാണൂ. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഗ്യാരണ്ടിയാ. മാറൂ, ഞാൻ പൊട്ടിക്കാം. ആരും പറയുന്നത് കേൾക്കാതെ രമേശൻ അവിടെ കിടന്നൊരു തടി അങ്ങ് കയ്യിലെടുത്തു. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ രീതിക്ക് അവൻ ആ ബൾബ് പൊട്ടിക്കാൻ മുമ്പോട്ട് പോയി. പക്ഷേ ആ ബൾബിന്റെ കറണ്ടിന് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു, രമേശന്റെ ഊപ്പാട് തീർന്നുപോയി. അവൻ തൊടുന്നതിന് മുൻപ് തന്നെ അവൻ അടിപൊളിയായിട്ടൊരു കറണ്ടും അടിച്ചു. അയ്യോ ഈശ്വര, അയ്യോ കറണ്ട് അടിച്ചു. കറണ്ട് എന്നെ അടിച്ചു.
രമേശിന് കിട്ടിയ കരണ്ടടി കണ്ട് എല്ലാവരും പേടിച്ചുപോയി. രമേശ് ആണെങ്കിൽ അങ്ങ് ദൂരെ മാറി നിന്നു. ആ വിശാലമായ ബൾബിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. പ്രകൃതിക്ക് വിരുദ്ധമായി ഒന്നും സാധിക്കില്ല. ഈ ബൾബ് ഒരു വലിയ പൂജാരിയുടേതാണ്. ഇദ്ദേഹത്തെ ഒരു തെറ്റും ചെയ്യാതെ ജയിലിലാക്കിയതാണ്. ഈ ബൾബ് ഞാൻ പൊട്ടിക്കാം, എന്നിട്ട് എല്ലാവരെയും ഞാൻ രക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വടി രമേശിന്റെ കയ്യിൽ നിന്നും മംഗളു അങ്ങ് ഏറ്റെടുത്തു. ആ ബൾബിന്റെ അടുത്തോട്ട് എത്തി മംഗളു. എന്നിട്ട് വലിയ ശക്തിയോടെ വടിയെടുത്ത് ആ ബൾബിൽ അടിച്ചു. ആ വടി ആ ബൾബിൽ കൊണ്ടതോടെ പൊട്ടിച്ചെതറി. അതിൽ നിന്നും ഒരു തടവുകാരനായ ആത്മാവ് പുറത്തോട്ട് വന്നു. എന്നിട്ട് ഇവരോട് അവൻ പറഞ്ഞു, ഒരുപാട് നന്ദി മംഗളു. താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളും ചേർന്ന് എന്നെ മോചിപ്പിച്ചു. താങ്കളെ പോലെ തന്നെ ഞാനും തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നെ ജയിലിലാക്കി. എന്റെ ഈ ശാപം കൊണ്ട് എല്ലാ ജയിൽവാസികളും ഈ ബൾബിന്റെ ലോകത്തേക്ക് വരുന്നു. പക്ഷെ നിങ്ങൾ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് പാപം ചെയ്തവരെയല്ലേ, അവരെയല്ലേ. എന്തിനാണ് നിരപരാധികളോട്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ബൾബ് നിന്നെ ഏൽപ്പിക്കേണ്ടതുണ്ട്. ഈ ബൾബുമായി നീ യഥാർത്ഥ ലോകത്തേക്ക് പോകണം. എന്നിട്ട് വേണ്ടത് ചെയ്യണം. ആ ആത്മാവ് മംഗളുവിനൊരു ബൾബ് കൊടുത്തു. എന്നിട്ട് ആ ആത്മാവ് അവിടെ നിന്നും അപ്രത്യക്ഷമായി. എന്നിട്ട് എല്ലാവരും തിരിച്ച് ജയിലിലോട്ട് തന്നെ വന്നു. അപ്പോൾ മംഗളു അവരോട് പറഞ്ഞു, ഇനി ഒട്ടും സമയം കളയാനില്ല. ഉടൻ തന്നെ നമുക്ക് രക്ഷപ്പെടണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മംഗളു ആ ബൾബിനെ ഹോൾഡറിലോട്ട് വെച്ചു. പിന്നെ ആ ബൾബ് കത്താൻ തുടങ്ങി. ആ ബൾബ് കത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും ജയിലിലെ എല്ലാ വാതിലുകളും തന്നെത്താനെ തുറന്നു. നോക്കൂ, ജയിലിലെ എല്ലാ വാതിലുകളും തുറന്നിരിക്കുന്നു. നമുക്കിപ്പൊ തന്നെ രക്ഷപ്പെടാം. നീ പറഞ്ഞത് ശരിയാ രമേഷ് മോനെ. വരൂ, നമുക്ക് രക്ഷപ്പെടാം. എല്ലാ തടവുകാരും ജയിലിൽ നിന്ന് ഓടുകയായിരുന്നു. അപ്പോഴേക്കും നോക്കുമ്പോ ഈ പറഞ്ഞ പോലീസുകാരെല്ലാവരും ജയിലിലെ വേറൊരു മുറിയില് തടവിലായിരുന്നു. ഈ ഒരു അവസരം മുതലാക്കി മംഗലു, രമേശ്, ഗോപാലൻ അമ്മാവൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. ഇവരിവിടെ തന്നെ കിടക്കട്ടെ, ഇല്ലെങ്കിൽ വീണ്ടും നമ്മളെ അകത്താക്കും. മംഗലുവും പിന്നെ അവന്റെ കൂട്ടുകാരനായ പിച്ചക്കാരും എല്ലാരും ആ പഴയ അമ്പലത്തിൽ തന്നെ വന്നു നിന്നു. എവിടെന്നാണോ ആ പ്രശ്നങ്ങൾ തുടങ്ങിയത് അവിടെ തന്നെ. അപ്പോഴവർ കാണുന്നത് അവിടെ വലിയൊരു നേതാവ് അവരുടെ ഗുണ്ടയോട് എന്തൊക്കെയോ സംസാരിച്ചു നിൽക്കുന്നതായിട്ട്. നിങ്ങൾ എങ്ങോട്ടായി ഓടിപ്പോകുന്നേ? ഈ സ്ഥലത്ത് ഞാൻ പുതിയ മോള പണിയാൻ പോവാ. എനിക്കാദ്യം തന്നെ അറിയാമായിരുന്നു നിങ്ങളാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന്. എന്നാൽ ഈ ഭൂമി നിങ്ങളുടെയുമല്ല, സർക്കാരിന്റെയുമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മംഗലു അവന്റെ സഞ്ചിയിൽ നിന്നും ആ മാന്ത്രിക ബൾബ് കയ്യിലെടുത്ത് തറയിലോട്ട് വെച്ചു. തറയിൽ വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ ഒരു മാന്ത്രിക റെസ്റ്റോറന്റ് തന്നെ പൊങ്ങി വന്നിരുന്നു. എല്ലാ പിച്ചക്കാരും ഇത് കണ്ട് ഞെട്ടിപ്പോയി. എന്താ ഈ സംഭവിക്കുന്നേ? ഈ ബൾബിന്റെ രൂപത്തിലുള്ള റെസ്റ്റോറന്റ് എങ്ങനെ ഉണ്ടായി? ചെല്ലു, വേഗം ചെല്ലു, ആ റെസ്റ്റോറന്റ് നശിപ്പിക്കൂ. ഈ സ്ഥലത്തിന് ഒരു അവകാശമേ ഉള്ളൂ, അത് ഞാൻ മാത്രമാണ്. ശരി അങ്ങൊന്ന്, ഉടൻ തന്നെ ചെയ്യാം. ആ ഗുണ്ടകൾ ആ ബൾബ് പോലെ ഇരിക്കുന്ന റെസ്റ്റോറന്റിനെ അടിക്കാൻ പോയപ്പോൾ അവർക്ക് ഭയങ്കരമായി കരണ്ടടിച്ചു. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. ഇപ്പൊ കണ്ടോളൂ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് നേതാവ് തറയിൽ കിടന്ന ഒരു കല്ല് കയ്യിലെടുത്തു. എന്നിട്ട് ആ ബൾബ് റെസ്റ്റോറന്റിന് എതിരെ എറിഞ്ഞു. ആ റെസ്റ്റോറന്റിന് ആ കല്ല് വന്നിടിച്ചപ്പോൾ അവിടെ ഭയങ്കരമായി കാറ്റ് വീശി. അപ്പോഴേക്കും ആ ബൾബിൽ നിന്നും ഒരു മിന്നൽ വന്ന് നേതാവിനെ ആ ബൾബിന്റെ അകത്ത് തടവിലാക്കി. നേതാവ് ബൾബിന്റെ അകത്തായ സമയം അവിടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. ആ ആത്മാവ് ജയിലിലെ ഒരു തടവുകാരനായിരുന്നു. അവനാണെങ്കിൽ ഒരു നിരപരാധിയായിരുന്നു. ഈ പാപി കാരണമാണ് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്നേക്കുമായി ജയിലിലായത്. ഇപ്പോൾ ഞാൻ മോചിതനായി. ഇനി മുതൽ ഇവനീ ബൾബിന്റെ തടവറയിലായിരിക്കും. അങ്ങേക്ക് ഒരുപാട് ഒരുപാട് നന്ദി. നന്ദി ഞാൻ പറയേണ്ടത് നിന്നോടാണ് മംഗലു. നിന്റെ നല്ല മനസ്സാണ് ഇതിനെല്ലാം കാരണം. ഇതൊരു ബൾബ് റെസ്റ്റോറന്റ് ആണ്. ഇനി നിങ്ങൾ ഇവിടെയാണ് ജോലി ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ പേരിലുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ആത്മാവ് അടന്ന് അപ്രത്യക്ഷമായി. എന്നിട്ട് എല്ലാ പിച്ചക്കാരും ആ റെസ്റ്റോറന്റിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരവരുടെ ജീവിതം അവര് നന്നായി തന്നെ ജീവിക്കാനും തുടങ്ങി.